നിന്റെ കല്യാണക്കാരി എന്താടാ? ഒന്നും പറയണ്ട, അതും മുടങ്ങി. ഈ നാട്ടിൽ എന്റെ അടുത്ത് ഇത്രയും ശത്രുതയുള്ള തെണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്കൊക്കെ അറിയാലോ, നീയൊക്കെ നിർബന്ധിച്ചിട്ട് പോലും ഞാൻ ഒരു തുള്ളി മദ്യം എന്നവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്നറിയാം. മാമ, നിങ്ങളെ മോളെ നിങ്ങൾക്ക് വേണ്ടേ? വല്ല കള്ളാ കഞ്ചാവാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് ബ്രൗൺ ഷുഗർ, MDMA, CDMA, DDMA, പിന്നെ മറ്റേ കല്ലിന്റെ പരിപാടികളുണ്ട്. എന്തോന്ന് കല്ല് നോക്കണേ? മൂത്രത്തിക്കല്ല. ഇത് മറ്റേ കല്ല്, ലഹരി ഭയങ്കര ലഹരിയാണ് അതൊക്കെ. എങ്കിലും ഇത് ആരടാ? ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പോലും നേരെ ചോയി സംസാരിക്കാത്താണ് ഞാൻ. സത്യം പറഞ്ഞ പേടിച്ചിട്ടാണ്, പേരുദോഷം വരാതിരിക്കുക. എന്നെ പിന്നെ സ്ത്രീ വിഷയത്തിൽ അവൻ കേമനാണ്. നോക്കി ഗർഭമുണ്ടാക്കാന്ന് കേട്ടില്ലല്ലോ ഉള്ളൂ. ഈ നാട്ടിലെ പെൺപിള്ളേർക്ക് സത്യം പറഞ്ഞ എവനെ പേടിച്ച് വീട്ടിന്റെ വെളിയിൽ പോലും ഇറങ്ങാൻ പേടിയാണ്. ഇതൊന്നും അല്ലടാ, നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം വരെ എന്നെ പറ്റി പറഞ്ഞു. അത് മാത്രമല്ല, അവന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വരെ ഉണ്ട്. അതെന്തോ നോക്കള്? രാത്രി ഒരു 11-12 മണി ആയിക്കഴിഞ്ഞാൽ ഒരു സാരി എടുത്ത് കൊടുത്ത് ലിഫ്റ്റിക്കും തേച്ചുകൊണ്ട് ഇറങ്ങും തകരപ്പറമ്പ് പാലത്തിന്റെ അടിയിൽ. മനുഷ്യന് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ അതമതിക്കാമോ മാമ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞാടാ. അവ ഏത് വാഗുണ്ടടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇങ്ങനെയുള്ളവന്മാരാണ് ഈ സമൂഹത്തിന് വില നേടി. എന്നെ പറ്റി മാത്രമാണെങ്കിൽ ഞാൻ സഹിച്ചേനലയാ, പക്ഷെ എന്റെ പാവ അച്ഛനെ പറ്റി വരെ പറഞ്ഞു കളഞ്ഞലയാ. ഇവ എങ്ങനെ ആവാതിരിക്കും? ഇവന്റെ തന്തയും എന്റെ തന്തയുടെ തന്തയും ഇതിനെക്കാട്ടിയും വലിയ പഴകളായിരുന്നു. ഇവനൊക്കെ നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുക്കണേക്കാളും നല്ലത് അല്ല കടലിലും കൊണ്ട് താത്തളാ. വിടറാ, അത് നല്ലൊരു കൊച്ചിനെ നിനക്ക് കിട്ടും. ഞാനിവിടെ മൂത്ത് നിറച്ച് നിൽക്കുമ്പോ നീ ഒറ്റയ്ക്ക് പെണ്ണ് കെട്ടി സൂഹിക്കാനോ? അനുവദിക്കില്ല ഞാൻ.